ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒക്കെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന ആളുകളോട് നിങ്ങളുടെ അവസാനത്തെ അവകാശമായ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് വലിയ തോതിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് അവിടെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ വിചാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഒരിക്കൽ കൂടി വോട്ട് ചോരി ഒരു സീരിയസ് ഇഷ്യൂ ആണ് ഈ നാട്ടിലേത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞേക്കും. ബീഹാറിൽ എന്തുമാത്രം അത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുമെന്നറിയില്ല. പക്ഷേ നാളത്തെ പോളിംഗിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ഘടകമായി ഇന്നത്തെ വാർത്താ സമ്മേളനം മാറാനുള്ള സാധ്യത എന്തുമാത്രം കാണുന്നുണ്ട് തൗഫീഖ്? നിഷാദ്, ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനം വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്താനായി തയ്യാറായിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ വാർത്താ സമ്മേളനമാണ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്. നമ്മൾ കണ്ടതാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു ജനസ്വീകാര്യത. പാട്നയിൽ നടന്നതിന്റെ അവസാന ഘട്ട സമ്മേളനത്തിലും അതിന്റെ സമാപന സമ്മേളനത്തിൽ വരെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ സമാപന വോട്ട് ചോരിയുടെ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്, മഹാസഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ പുറത്തുവിടുന്ന രേഖകൾ, ഈ പുറത്തുവിടുന്ന തെളിവുകൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന കാര്യങ്ങളിൽ വലിയ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ചെലുത്തും. ഈ അവസാന സമയത്ത് അത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു വോട്ട് ചോരിയുടെ വിവരങ്ങൾ, വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിടാനായിട്ട് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. എന്താണ് അതിൽ ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അത് സ്വാധീനിക്കുക, വോട്ടെടുപ്പിനെ അത് സ്വാധീനിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വലിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊള്ളയുടെ, ഒരു തട്ടിപ്പിന്റെ വിവരങ്ങളായിരിക്കാം രാഹുൽ ഗാന്ധി പുറത്തുവിടുകയെങ്കിൽ അത് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കാര്യമായി തന്നെ ബാധിക്കും. കാരണം ഈ വോട്ടെടുപ്പിന്റെ, ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗം, അതിന്റെ ഒരു 60% കോൺഗ്രസ് ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രചരണമായുധമാക്കിയിരുന്നു. വലിയ തട്ടിപ്പുകൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സർക്കാരിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്നു. അത് തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന കാര്യങ്ങൾ വോട്ടർമാർക്കിടയിൽ ഇറങ്ങിൽ ചെന്നുകൊണ്ട് ഒരു പ്രചാരണം നടത്താനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനം, ഇന്ന് പുറത്തുവിടുന്ന പുതിയ തെളിവുകൾ അതിനെ കൂടുതൽ സ്വാധീനിക്കും, വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 12:30-ക്ക് ശേഷം രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന ആ തെളിവുകളുടെ, പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ നടക്കുന്ന വോട്ടെടുപ്പിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാൻ എന്തായാലും BJP തയ്യാറായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ച ഉടൻ തന്നെ BJP ആസ്ഥാനത്ത് കൂടി BJPയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. BJPയുടെ മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം കൂടി ഇതിന് പിന്നാലെ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 2 തവണയും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി. അത് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം, കഴിഞ്ഞ 2 സമയത്തും രാഹുൽ ഗാന്ധിയോട് തെളിവുകളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. തെളിവുകൾ തങ്ങളുടെ കൈവശം തരണം, അതല്ലാതെ വെറുതെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ചില ആരോപണങ്ങളും സംശയങ്ങളും മാത്രമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു കൊണ്ടുണ്ടായിരുന്ന അവരുടെ ഒരു വാദം, അവരുടെ ഒരു ന്യായീകരണം. അതുകൊണ്ട് ഇത്തവണയും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുക. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം BJPയുടെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പ്രതികരണങ്ങൾ പുറത്തുവരികയും ചെയ്യും.